അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര സുഖകരമായി തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒരു എൻ്റെ ഒരു സന്ദേശം, എൻ്റെ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒന്നാണ് വിവാഹം എന്നുള്ളത്. എന്നാൽ ആ വിവാഹത്തെ പുതിയ കാലത്ത് പല രൂപത്തിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും വളരെ മോശമാകുന്ന രൂപത്തിൽ അതിനെ കൊണ്ടാടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വ്യാപകമാകുന്ന പ്രണയങ്ങളെ കുറിച്ചാണ്. പ്രണയ കൊലപാതകങ്ങൾ അതൊരു വാർത്ത അല്ലാതായി പോയിരിക്കുന്ന ഒരു കാലത്താണ്. ഏതു മതത്തിലാണെങ്കിലും ആദ്യമായി ഇതിനെക്കുറിച്ച് ഇസ്ലാം എന്താണ് നമ്മൾ പഠിക്കണം. ഇസ്ലാം പ്രണയത്തെ കൃത്യമായി വിലക്കിയിട്ടുണ്ട്. കാരണം അത് മനുഷ്യന് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പ്രണയം ഇസ്ലാമിലുണ്ട്, പക്ഷെ അത് ആഫ്റ്റർ മാരേജ് ആണ്, വിവാഹത്തിന് ശേഷമാണ്. എന്തുകൊണ്ടാണ് പ്രണയത്തിലേക്ക് പോകുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വളരെയേറെ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊക്കെ തീരുമാനിക്കാൻ ഞാൻ ഒരു ഇണയെ കണ്ടെത്തുമെന്ന്. ഇവിടെ നമുക്ക് ധാരാളം പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. ഒന്നാമതായിട്ട് നമ്മുടെ മാതാപിതാക്കള്, അവരെ നമ്മൾ ധിക്കരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പിന്നെ അവർ ഒരിക്കലും നമുക്ക് മോശമാകുന്ന ഒരു ഇണയെ നമുക്ക് ഒരിക്കലും കണ്ടെത്തില്ല. പെണ്ണാണെങ്കിൽ ഒരാണിനെ നല്ല എല്ലാ നിലക്കും വളരെ കണ്ടീഷനായ ഒരാൾ മാത്രമേ അവർ എടുത്തരികയുള്ളൂ. പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അവർ വിലങ്ങ് തടിയായി നിൽക്കും. അത് നമ്മുടെ നന്മക്കാണ്. പക്ഷേ അത് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് പ്രണയത്തിന് ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത്. കാരണം ഇവിടെ പലതും പറയും ഞാൻ കണ്ടെത്തുകയാണ്. ഈ ഞാൻ ആരാണ്? നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ഉള്ളത്? 17-18 വയസ്സുള്ള പക്വത കുറവുള്ള, അല്ലെങ്കിൽ ധാരാളം ജീവിതം എന്താണെന്ന് കൃത്യമായി പഠിക്കാത്ത നമ്മൾ ഒരു ഇണയെ കണ്ടെത്തുമ്പോൾ ധാരാളം വീഴ്ചകൾ സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ മുതിർന്ന ആളുകൾ ഒരു കുടുംബത്തിന് തീരുമാനമാകും എന്താ സംഭവിക്കുന്നത്? അവർ കൃത്യമായി അന്വേഷിക്കും എന്നുള്ളതാണ്. പല നിലക്ക് അന്വേഷിച്ചിട്ടാണ് നമുക്കൊരു ഇണയെ കണ്ടെത്തുക. പക്ഷെ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അത് തടസ്സമാണ് തോന്നുമ്പോൾ നമ്മൾ അവരെ ധിക്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതുപോലെ ഇതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മുടെ മക്കളുമായി ഇത്തരം വിഷയങ്ങൾ നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം പ്രണയ ദുരന്തങ്ങൾ ചെറുതല്ല. അവിടെ പഠനത്തെയും അതുപോലെ തന്നെ എല്ലാത്തിനെയും തകർക്കുന്നു എന്നുള്ളതാണ്. എല്ലാം അങ്ങനെയെന്ന് പറയില്ലെങ്കിലും പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഏറെ സങ്കടത്തോടെ നാം കാണേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ മറ്റൊരു ന്യായമാണ്, പ്രണയിക്കുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു വിഷയമാണ്, ഞാൻ അറിഞ്ഞു കെട്ടുകയാണെന്ന്. അത് ഭയങ്കര ന്യായമായി തോന്നും. അറിഞ്ഞു കെട്ടാലോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പറയുന്ന ആളുകൾ എങ്ങനെ അറിഞ്ഞു കെട്ടാൻ പറ്റും? നമ്മൾ പലപ്പോഴും കാണുന്ന ദുരന്ത വാർത്തകളാണ്. ഇതിൽ പലപ്പോഴും ഇരകളാക്കപ്പെടുന്ന നമ്മുടെ സഹോദരിമാരാണ്, പെൺകുട്ടികളാണ്. കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നത് അവര് തീരുമാനിക്കുമ്പോൾ അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത ദുരന്ത ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അറിഞ്ഞു കെട്ട എന്ന് പറയുമ്പോൾ നമ്മൾ പ്രണയിക്കുന്നു, പെട്ടെന്ന് അവന്റെ സ്വഭാവം അറിയില്ല. 2 കൊല്ലമോ 3 കൊല്ലമൊക്കെ ചിലപ്പോൾ അറിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ഒന്നിരിക്കൽ അവന്റെ അടുക്കൽ നമ്മുടെ പല ഫോട്ടോസ് ഉണ്ടാകും, അല്ലെങ്കിൽ അവനക്ക് ഒരടിമയെ പോലെ വഴിപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവൻ തള്ളി നീക്കുന്നു. നമുക്ക് പിന്മാറാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. പിന്മാറിയാലോ? അപൂർവമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വ്യാപകമായിട്ടാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പറയുന്ന ഒരു കൊലപാതകം പോലെയുള്ള വിഷയത്തിലേക്ക് മാറാം. ഇതൊരു ഭ്രാന്താണ്. അവിടെ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ അറിയാമെന്ന് പറയുന്നത് എങ്ങനെ അറിയാൻ പറ്റും? പ്രണയത്തിന്റെ തുടക്കം ഏത് പ്രണയക്കഥ എടുത്തു നോക്കിയാലും തുടക്കം അതിമനോഹരമായിരിക്കും. നല്ല റീൽസുകളും നല്ല വീഡിയോസും ഒന്നും പറയണ്ട, അല്ലെ? ഒരു ജ്യൂസ് വെച്ച് 2 ജ്യൂസ് വാങ്ങിക്കൊടുക്കുന്ന കാലമായിരിക്കും ആദ്യഘട്ടം. കാരണം അത് അഭിനയമാണ്, വല്ലാത്ത അഭിനയമാണ്. കാരണം ഒരു പുരുഷന്റെ ഒരു മനഃശാസ്ത്രം എന്നോണം, സ്ത്രീകൾ ചിലപ്പോൾ നല്ല നല്ല വാക്കുകളൊക്കെ അവൾ കേട്ടാൽ മതി, പക്ഷെ പുരുഷന്റെ മനസ്സെന്നുള്ളത് കാമ കണ്ണുകൾ അവന്റെ ഉള്ളിൽ ഉണ്ടാകും. അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം, അവളെ ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടി എന്ത് അഭിനയവും കളിക്കും, ഇല്ലാത്ത പത്രാസ് കാണിക്കും. ഈ അഭിനയത്തിലാണ് ചെന്നപ്പെടുന്നത്. എങ്ങനെ ഒരുത്തനെ തിരിച്ചറിയാൻ പറ്റും? അതൊക്കെ പലപ്പോഴും നമ്മുടെ മിഥ്യയാകുന്ന നമ്മുടെ ചിന്തകൾ മാത്രമാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പ്രണയിക്കുന്നവർക്ക് ചിലപ്പോ ഇതൊന്നും ശരിയല്ല, എന്റെ പ്രണയം അങ്ങനെയൊക്കെ തോന്നി. അവരോട് നമുക്കൊന്നും പറയാനില്ല. പറഞ്ഞു വരുന്നത് നല്ല ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. നമ്മൾ അത്തരം ഒരു കണിയിൽപ്പെട്ടുകൊണ്ട് പലപ്പോഴും കൂടുതൽ ഡൈവോഴ്സ് ഒക്കെ നടക്കുന്നത് പ്രണയവിവാഹത്തിലാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയവരാണ്. അപ്പോ അറേഞ്ചിൽ പ്രശ്നമില്ല എന്ന് നമ്മൾ ഉണ്ടാവാം, പക്ഷെ അവിടെ അതുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള സാധ്യത. ഇന്നലത്തെ ആ ഒരു കൊലപാതകം നമ്മൾ കണ്ടു, ഏറെ സങ്കടകരമാണ്. അള്ളാഹു ആ സഹോദരിക്ക് പുറത്തു കൊടുക്കട്ടെ. സമയം അല്പം ദീർഘമായിട്ടുണ്ട്, ചെറിയൊരു രൂപത്തിൽ പറയണമെന്ന് കരുതിയതാണ്. അപ്പോ എന്താ സംഭവിച്ചത്? ആ കുട്ടി പിന്നീട് വീട്ടിലേക്ക് പോലും, കാരണം വീട്ടുകാരെ ഉടക്കിപ്പോയതാണ്,
വരാൻ ജാള്യത ഉണ്ടാകും. ഈ ജാള്യതയെ പ്രണയിക്കുന്നവർ മുതലെടുക്കുന്നത്. കാരണം ഇവൾക്ക് ചോദിക്കാനും പറയാനാരുമില്ല. എന്തും ചെയ്യാമെന്ന ചിന്തയിൽ അവളെ മർദ്ദിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യണം. ഇത് ദീർഘമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സുന്നി മഹല്ല് ഫെഡറേഷൻ ആഭിമുഖ്യത്തിൽ മാഷാ അല്ലാഹ് കേരളത്തിൽ വിപുലമായി ഒരു പ്രിമാരിറ്റൽ കോഴ്സ് വളരെ മനോഹരമായ 4 സെഷനിലായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൗമാരഘട്ടത്തിൽ പ്രണയ അതുമായി ബന്ധപ്പെട്ട ചിന്തകളും വിഷയങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കോഴ്സ് വിപുലമായി നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം നേട്ടങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത്തരം കോഴ്സുകൾ നടത്താൻ മഹല്ല് കമ്മിറ്റികൾ മുന്നോട്ട് വരികയും അത് നമ്മുടെ മഹല്ലൊക്കെ നടത്തുമ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്താനൊക്കെ ശ്രദ്ധിക്കണം. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതം, നമ്മുടെ വിവാഹ ജീവിതം അത് മൂല്യമുള്ളതാണ്. അത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവന്റെ പിന്നാലെ പോയി കളയേണ്ടതല്ല. അത് വളരെ കൃത്യമായി നടത്തിയാൽ മുന്നോട്ട് പോയാൽ ജീവിതം മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇത്തരം വിഷയത്തൊക്കെ നല്ല ജാഗ്രതയും നല്ല ശ്രദ്ധയും ഒക്കെ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണം. നമ്മുടെ പഠനം ഒക്കെ നഷ്ടപ്പെടും, ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ പ്രണയം ആയി പോകുന്ന പല സാഹചര്യങ്ങൾ ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഇസ്ലാം അതിനെ പരിപൂർണമായും വിലക്കിയത്. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആ സമയത്ത് അതൊക്കെ അതിന്റെ രൂപത്തിൽ തന്നെ സാധാരണ നടക്കും പോലെ മാതാപിതാക്കളിലും മറ്റുമൊക്കെ പൊരുത്തത്തോടെ അങ്ങനെ നടക്കുന്ന ഒരു കല്യാണം, അതാണ് വിവാഹം എന്നത്. ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ കൺകുളിർമയുള്ള മക്കളാക്കി അള്ളാഹു മാറ്റട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.